നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഞാനൊരു ഫോൺ നമ്പർ ആദ്യം പറയാം, അതൊന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് കുറിച്ചെടുക്കണേ. 9947979769. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. 9947979769. വിനോദ് വെട്ടുപറമ്പൻ എന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ല, അവൻ്റെ കാലിൻ്റെ അടിയിലാണെന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു RSSകാരനാണെന്ന് തോന്നുന്നു. അവൻ്റെ വർത്തമാനം എല്ലാം അങ്ങനത്തെയാണ്. എന്നെ കിടക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എന്നെ തീർത്തുകളയെന്നൊക്കെയാണ് പറയുന്നത്. വിനോദ് വെട്ടുപറമ്പൻ എന്നാണ് പേര്. അതായത് വാ തുറന്നാൽ RSS ആണെന്ന് ഞാൻ തെളിയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വാ തുറന്നാൽ തെറിയേ പറയുള്ളൂ. തെറി എന്ന് പറഞ്ഞാൽ തെറി കൊണ്ട് അഭിഷേകമുണ്ട്. രാത്രിയെ വിളിക്കുള്ളൂ 12 മണിക്ക് ശേഷം. ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ പ്രോഗ്രാം കാണുന്ന കുറച്ച് പേരെങ്കിലും ഈ തന്തയ്ക്ക് പറക്കാത്ത ഇവൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് എന്തിനടാ അയാളെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കണം. ഞാനാണെങ്കിൽ അമ്പിളിച്ചേട്ടൻ പറയും പോലെ, ജഗതിച്ചേട്ടൻ പറയും പോലെ തറ പറ കഴിഞ്ഞ് ഞാൻ പഠിച്ചത് മുഴുവൻ തിരുവനന്തപുരത്ത് പറയുന്ന തറ തെറിയാണ് പഠിച്ചത്. പക്ഷേ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ വിളിക്കുമെന്നേ. വീട്ടിൽ ഒന്നുമില്ലെങ്കിലും ഭാര്യയുള്ളതല്ലേ, മകനുള്ളതല്ലേ. എനിക്ക് വീട്ടിൽ ഇരുന്ന് വിളിക്കാൻ നോക്കില്ല, പതുക്കെ പറയാൻ നോക്കില്ല. ഈ ചീത്ത വിളിയൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല ഉറച്ച് ഉച്ചത്തിൽ പറയണ്ടേ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അവനെ ഞാൻ ഗർഭിണിയാക്കിനെ. അത്ര അറയ്ക്കുന്ന തെറിയാണ് പറയുന്നത്. ഞാൻ അവൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഒരു തന്തയ്ക്ക് പറക്കാത്ത, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത, വിവരമില്ലാത്ത ഒരു അഴുക്ക് ചെറുക്കെന്ന് ഉറപ്പാണ്. ഒരലവലാതി. അവൻ ഈ RSSൻ്റെയും BJPയുടെയൊക്കെ പേര് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത്. നിനക്ക് കണ്ണൂർ അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ തന്തയ്ക്ക് വിലയ്ക്ക് വാങ്ങിയ സ്ഥലമാണ് കണ്ണൂരെന്ന് തോന്നുന്നു അവൻ്റെ വർത്തമാനം കേട്ടാൽ. നമ്മളിവിടെയാണെങ്കിൽ എത്രയോ RSSകാരുമായിട്ട്, എത്രയോ BJPക്കാരുമായിട്ട് എനിക്ക് നല്ല ഹൃദയബന്ധമുണ്ട്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, ഞാൻ ജീവിതത്തിൽ ഒരാളെ കാലത്തൊട്ട് തൊഴുതിട്ടുള്ളൂ. അത് മുകുന്ദൻ ചേട്ടനെയാണ്, PP മുകുന്ദനെയാണ്. ഞാൻ ആ മനുഷ്യനെ അങ്ങനെയാണ് കാണുന്നത്. ഈ എന്താ പറയുക, കുമ്മനം രാജശേഖരനായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഒരു വൃത്തികെട്ടവൻ, ചാണകക്കുഴിയിൽ വീണ ഒരു അലവലാതി. ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് ഉപദേശിക്കുക, ആ ദിനേശിനെ വെറുതെ വിട്ടേരെ, കണ്ണൂർ നിൻ്റെ അച്ഛൻ്റെ വകയല്ല എന്നൊന്ന് പറഞ്ഞേക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ വിഷയം സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത വെള്ളം, നദികളിൽ സുന്ദരി യമുന, സുമതി വളവ് 3 സിനിമകൾ ചെയ്ത് ജീവിതം തന്നെ കോഞ്ഞാട്ടയായിപ്പോയ ഒരു നിർമ്മാതാവിനെ കുറിച്ചാണല്ലോ. മുരളി എന്ന് പറഞ്ഞ കുന്നുംപറമ്പോ എന്തോ പറഞ്ഞ ആളുടെ കുറിച്ചാണ്. സമ്മിശ്രമായ പ്രതികരണം ഉണ്ടായി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നൊക്കെ പലരും എന്നെ വിളിച്ചു. ദിനേശെങ്കിലും അതിനെപ്പറ്റി സംസാരിച്ചല്ലോ, വർത്തമാനകാലം മലയാള സിനിമയിൽ ഇതൊക്കെയാണ് ദിനേശെ നടക്കണേ എന്നെന്നോട് പറഞ്ഞു. യാദൃച്ഛ്യമായിട്ട് എനിക്കൊരാൾ അയച്ചു തന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പ്രശസ്ത നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് ഒരാൾ എനിക്ക് അയച്ചു തന്നു. ആദ്യം ഞാനത് ആമുഖമായിട്ട് പറയാം. സുമതി വളവിൻ്റെ കഥ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കേട്ടതാണ്. സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ നിർമ്മാതാവ് മുരളിയെ ദുബായിൽ വെച്ച് ഞാൻ കണ്ടപ്പോൾ സീരിയൽ നിലവാരത്തിലുള്ള കഥയുടെ പോരായ്മയെപ്പറ്റി സംസാരിക്കുകയും കഴിയുന്നതും ഈ സിനിമയുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞതുമാണ്. വിനാശകാലേ വിപരീത ബുദ്ധി, കേൾക്കില്ലല്ലോ. എന്നാൽ അണിയറ പ്രവർത്തകരുടെ പ്രലോഭനങ്ങളിൽ വശംവദനായി അദ്ദേഹം ആ പ്രോജക്റ്റുമായി മുന്നോട്ട് പോയി. 5-6 കോടി മാത്രം വലിപ്പമുണ്ടായിരുന്ന ഒരു കഥ സിനിമയാക്കിയപ്പോൾ അദ്ദേഹം മുടക്കിയത് ഏകദേശം 15 കോടി രൂപയാണ്. റിലീസിന് മുന്നേ ഈ സിനിമ കാണാനുള്ള അവസരം എനിക്കുണ്ടായി. സിനിമ കണ്ടപ്പോൾ ഞാൻ അറിയാതെ തലയിൽ കൈവച്ചു പോയി. അദ്ദേഹത്തോട് ഞാൻ അന്ന് പറഞ്ഞത്, ഏതെങ്കിലും പ്രീ ബിസിനസ് ചെയ്യാതെ ഒരിക്കലും ഈ സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ്. പ്രീ ബിസിനസ് എന്ന് പറയുമ്പോൾ OTTയോ സാറ്റലൈറ്റോ ഒക്കെ വിറ്റ് കിട്ടാവുന്നത്ര പൈസ കളക്ട് ചെയ്ത ശേഷമേ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കൊണ്ടുപോകാവൂ. കാരണം തിയേറ്ററിൽ ഇത് 10 പൈസ വിൽക്കില്ല.
അപ്പോൾ സാറ്റലൈറ്റ് മറ്റേ വിദേശ ഗൾഫ് റൈറ്റും ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന OTTയിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കോടികൾ കിട്ടാമല്ലോ. അത് കിട്ടാതെ നിങ്ങൾ ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രീ ബിസിനസ് ഒന്നും നടന്നില്ലെങ്കിലും ഗോകുലം മൂവീസ് രക്ഷകരായി, സിനിമ തിയേറ്ററിലെത്തി. എൻ്റെ അറിവിൽ പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസും റിലീസ് എക്സ്പെൻസും എല്ലാം ചേർന്നപ്പോൾ ഏകദേശം 20 കോടി രൂപ ചിലവായിരുന്നു. നിർമ്മാതാവ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കതും സത്യസന്ധമാണ് എന്ന് എനിക്ക് അറിയാം. പിന്നെ ഇതിൽ പറയുന്ന എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും ഒക്കെ കഴിവിനെ പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം നിർമ്മിച്ച, അല്ലെങ്കിൽ ആൻറ്റോ ജോസഫിനോടൊപ്പം അദ്ദേഹം കൂടി നിർമ്മിച്ച മാളികപ്പുറത്തിൻ്റെ തിരക്കഥാകൃത്തും മാളികപ്പുറത്തിൻ്റെ സംവിധായകനുമാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് അവരെ രണ്ടുപേരെക്കുറിച്ചും അവരുടെ കഴിവുകളെക്കുറിച്ചും ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്നാണ്. ആരുടെയോ കയ്യിലിരിക്കുന്ന ഒരു വലിയ സമ്പത്ത് അവനെ പറഞ്ഞ് വശത്താക്കി സിനിമയോ മറ്റെന്ത് ബിസിനസ്സോ ആകട്ടെ ഏറ്റെടുക്കുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കുക, എനിക്കിതിനുള്ള കഴിവുണ്ടോ, ഞാൻ അതിന് പ്രാപ്തനാണോ എന്ന്. 100% നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി പറയുന്നത് 100% സത്യസന്ധമായ കാര്യമാണ്. ഇതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല. നൂറുകണക്കിന് നിർമ്മാതാക്കൾ കുത്തുവാളയെടുത്ത് ആത്മഹത്യയുടെ വരമ്പത്ത് കൂടി സഞ്ചരിക്കുന്നത് പച്ചയായ സത്യമാണ്. പലരും മാനനഷ്ടമോർത്ത് പറയുന്നല്ല എന്ന് മാത്രം. ആത്മാർത്ഥത ലവലേശമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ സിനിമാ മേഖലയിലുണ്ട്. വല്ലവരുടെയും പണം കൊണ്ട് ആളായി അഹങ്കാരത്തിൻ്റെ അത്യുന്നതങ്ങളിൽ വിലസുന്നവരെ കാണണമെങ്കിൽ ഒരു സിനിമ നിർമ്മിച്ചാൽ മതി. സിനിമ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞ ബജറ്റിൻ്റെ ഇരട്ടിയോ അതിന് മുകളിലേക്കോ പോയാലും ഒരു കുലുക്കവുമില്ലാത്ത സിനിമാ പ്രവർത്തകരെയും ബജറ്റ് കൂടുന്നതിന് അനുസരിച്ച് പുതിയ പ്രൊഡ്യൂസർമാരെ ചേർത്തുകൊണ്ടിരിക്കുന്നവരെയും സംവിധാനം പോയിട്ട് ആർട്ടിസ്റ്റുകൾക്ക് കൊട പിടിച്ചു കൊടുക്കാൻ പോലും യോഗ്യതയില്ലാത്തവന്മാരെയും ആജീവനാന്തം സിനിമയിൽ നിന്നും അകറ്റിയില്ല എങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സിനിമ അസോസിയേഷനുകളുടെ തലപ്പത്തിരിക്കുന്ന സാറന്മാരുടെ കണ്ണു തുറക്കുന്നത് എപ്പോഴാണാവോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നു വേണു കുന്നപ്പള്ളിയോട്. കാരണം കുറച്ച് സിനിമകളെ അദ്ദേഹം നിർമ്മിച്ചുള്ളെങ്കിലും അതെല്ലാം നോട്ടബിളായിരുന്നു, അതെല്ലാം പ്രാക്ടിക്കലായിരുന്നു. സിനിമ എടുക്കണമെന്ന് പറഞ്ഞ് വല്ല അണ്ടനോ അടവോടനോ ഒക്കെ വന്ന് കള്ളങ്ങൾ പറയുമ്പോൾ, പ്രലോഭിപ്പിക്കുമ്പോൾ, നിങ്ങൾ 5 കോടി ഇങ്ങോട്ട് മുടക്കിയാൽ 15 കോടി അങ്ങോട്ട് വാങ്ങിച്ചു തരാം, നിങ്ങൾ 5 കോടി മുടക്കിയാൽ 4 പെണ്ണുങ്ങളെ ഞാൻ ശരിയാക്കി തരാം, നമ്മളെ സിനിമയിൽ അഭിനയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ചാടുന്നവന്മാരാണ് അവസാനം പോയി വെള്ളം കുടിക്കുന്നത്. എനിക്കെന്തായാലും വേണു കുന്നപ്പള്ളിയെ ഒരുപാട് ബഹുമാനം തോന്നി. അതുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആമുഖമായി ഞാൻ വായിച്ചത്. നമസ്കാരം. തെന്നിന്ത്യൻ താരങ്ങളിൽ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നല്ലോ MGR എന്ന MG രാമചന്ദ്രൻ. ഒരു നിർമ്മാതാവിന് തൻ്റെ ഒരു ഡേറ്റ് നൽകാമെന്ന് MGR പറഞ്ഞാൽ ആ നിർമ്മാതാവിന് 25 കോടി ഓണം ബമ്പർ അടിച്ചതിനേക്കാൾ കോളായിരിക്കും, ലാഭമായിരിക്കും. അതാണ് MGR സിനിമകളുടെ പ്രത്യേകത. ഈ സിനിമ ആര് സംവിധാനം ചെയ്യണം, ആര് ക്യാമറ വർക്ക് ചെയ്യണം, ആര് സംഗീതം നൽകണം, ആര് പാട്ടെഴുതണം തുടങ്ങി ആ സിനിമയിൽ ഓരോ ക്യാരക്ടർ ആരഭിനയിക്കണം എന്നുവരെ MGR തീരുമാനിക്കും. ഒരു ഷോട്ട് ഓക്കെ ആണോ അല്ലയോ എന്നതുപോലും MGR ആണ് നിശ്ചയിക്കുന്നത്. തൻ്റെ സിനിമയിൽ നായികയാകുന്നവൾ തൻ്റെ കസ്റ്റഡിയിലായിരിക്കണം. അവൾ മറ്റാരോടെങ്കിലും എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കുന്നു എന്നറിഞ്ഞാൽ അന്നു മുതൽ അവൾ ഫീൽഡ് ഔട്ടായിരിക്കും. ആ ബന്ധം സ്ഥാപിച്ചവനും ഫീൽഡ് ഔട്ടായിരിക്കും. ലവ് ഇൻ സിംഗപ്പൂരിൽ അഭിനയിക്കാൻ വന്ന MGR ലത എന്ന് പറയുന്ന നടി ജയനുമായി കയറി അടുത്തു. വിവരം തലൈവർ അറിഞ്ഞു. ജയന് പിന്നെ
മദ്രാസിലെ സിനിമാക്കാരുടെ സങ്കേതമായ പാങ്കുറു ഹോട്ടലിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഒടുവിൽ എം.ജി.ആറിനെ അളിയ എന്ന് വിളിക്കുന്ന ജോസ് പ്രകാശ് എം.ജി.ആറിനെ പോയി കണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്തതിനാലാണ് ചട്ടമ്പികളുടെ തല്ലുകൊള്ളാതെ ജയൻ അന്ന് തടി രക്ഷപ്പെടുത്തിയത്. മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധേയനായി തുടരെ സിനിമകൾ സംവിധാനം ചെയ്യുന്ന സംവിധായകനായിരുന്നല്ലോ KS സേതുമാധവൻ. നിത്യകന്യക എന്ന സിനിമ 1962 കോടമ്പക്കത്തെ ഏതോ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ ചിത്രീകരണം നടക്കുമ്പോൾ അവിടെ പ്രശസ്ത സിനിമാ നിർമ്മാതാവും രാഷ്ട്രീയക്കാരനും നടനും ഒക്കെയായ PS വീരപ്പ സേതുമാധവനെ കാണാൻ വന്നു. അദ്ദേഹം സേതു സാറിനോട് പറഞ്ഞു, ഞാൻ ചിന്നവരെ വച്ച് ഒരു സിനിമ നിർമ്മിക്കുന്നു. ചിന്നവർ എന്ന് പറഞ്ഞാൽ MGR എന്നാണ് അക്കാലത്ത് അറിയപ്പെടുന്നത്. പെരിയവർ എന്ന് പറഞ്ഞാൽ MGRൻ്റെ ജ്യേഷ്ഠൻ MG ചക്രപാണിയുമാണ്. സംവിധായകനായി ഞാൻ താങ്കളുടെ പേര് പറഞ്ഞു. ചിന്നവർ അത് അപ്രൂവ് ചെയ്തു. സിംഹളയിലും മലയാളത്തിലും നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത ആളാണെന്നും കമൽഹാസൻ എന്ന കുട്ടിയെ കണ്ണും കരളും എന്ന ചിത്രത്തിൽ അഭിനയിപ്പിച്ച ആളാണെന്നും കമൽഹാസനെ നായകനാക്കിയ ആളാണെന്നും എല്ലാം തലവർക്ക് നല്ല ബോധ്യം കാണുക സ്വാഭാവികമാണ്. ഞാനിപ്പോൾ വന്നത് നാളെ രാവിലെ നമ്മുടെ പടത്തിൻ്റെ പൂജയും റെക്കോർഡിങ്ങുമാണ്. അതിന് താങ്കളെ ക്ഷണിക്കാനാണ് വന്നത്. കഥ എന്തെന്നറിയില്ല, തിരക്കഥ ആരെഴുതുന്നു എന്നറിയില്ല, കഥാപാത്രങ്ങൾ ആരൊക്കെ അഭിനയിക്കുന്നു എന്നറിയില്ല, സംഗീത വിഭാഗത്തെയോ ടെക്നീഷ്യന്മാരെയോ അറിയില്ല സംവിധായകന്. എല്ലാം ഒരൊറ്റ ആളിനെ അറിയാവൂ, അത് സാക്ഷാൽ MGRന് മാത്രം. ഈ കലാപരിപാടി നടക്കുകയില്ല എന്ന് കേട്ടുകൊണ്ട് ഈ നിത്യകന്യയുടെ സെറ്റിൽ നിന്നവർക്ക് ബോധ്യമായി. നിത്യകന്യയുടെ നിർമ്മാതാവ് ഉറപ്പിച്ച് പറഞ്ഞു, സേതു സാർ, വന്നു കയറിയ മഹാലക്ഷ്മിയെ തട്ടിയെറിയരുത്. MGR നായകനാകുന്ന ഒരു ചിത്രം ലഭിക്കുക എന്നത് ചില്ലറ കാര്യമല്ല. വളരെ കൂളായി സേതുമാധവൻ പറഞ്ഞു, എനിക്ക് താങ്കൾ പറയുന്ന ഈ പ്രോജക്റ്റ് ചെയ്യാനാവില്ല. നിത്യകന്യയ്ക്ക് മുമ്പ് ചെയ്ത 2 പടങ്ങൾ തീർക്കണം. വേറെ 4 പടങ്ങൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ട് അഡ്വാൻസും വാങ്ങിപ്പോയി. MGRനെ പോലൊരു വലിയ നായകൻ്റെ സിനിമ ഇതിനിടയിൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല. തീർത്തും പറഞ്ഞു. അയ്യോ, MGRനെ പോലൊരു വലിയ നായകൻ്റെ പടം ഈ തിരക്കുകൾക്കിടയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. MGRൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാകണം തൻ്റെ സിനിമ ചെയ്യാനാകില്ല എന്ന് ഒരു സംവിധായകൻ നിരസിക്കുന്നത്. എന്നെപ്പോലെ തന്നെ പാലക്കാട്ടെ ഉശിരുള്ളവനാണ് ഈ സംവിധായകനുമെന്ന് വിവരമറിഞ്ഞപ്പോൾ MGR മനസ്സിൽ ഉറപ്പിച്ച് കാണും. മാസങ്ങൾ കഴിഞ്ഞ് സേതുമാധവനെ കൊണ്ട് MGR നാളെ നമതേ എന്ന സിനിമ സംവിധാനം ചെയ്യിച്ചു. നാളെ നമതേ സേതു സാറിൻ്റെ നിർമ്മാണ കമ്പനിയായ ചിത്രാഞ്ജലിയാണ് നിർമ്മിച്ചത്. 28 സിനിമകൾ ചിത്രാഞ്ജലിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 28 സിനിമ ചിത്രാഞ്ജലിയുടെ ബാനറിൽ സേതു സാർ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ കഥയടക്കം ഈ ബാനറാണ് നിർമ്മിച്ചത്. നാളെ നമതേ വലിയ വിജയമായിരുന്നു. അനാവശ്യമായി ഒരു കാര്യത്തിലും തലൈവർ MGR ഇടപെട്ടതുമില്ല. താൻ അഭിനയിക്കുന്ന സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ ആരാവണമെന്ന് MGR പറയും. തനിക്ക് ഡൂപ്പിടാൻ ഒരാളും ഓരോ ഷോട്ടും ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ അത് എടുത്തു കൊടുക്കൽ മാത്രമാണ് ഫൈറ്റ് മാസ്റ്റർക്ക് പണിയായിട്ടുള്ളത്. എഡിറ്റിംഗ് ടേബിളിൽ ഫൈറ്റ് എഡിറ്റ് ചെയ്യുന്നത് പോലും MGR വന്നിരുന്നതാണ്. ഇത് തന്നെ പാട്ടെടുക്കുമ്പോഴും സെറ്റ് എങ്ങനെ ഇടണം, പാട്ടിലെ നായികയുടെയും നായകൻ്റെയും ഡ്രസ്സുകൾ എങ്ങനെ വേണം, എത്ര ചേഞ്ച് വേണം എന്നെല്ലാം MGR നിശ്ചയിക്കും. ഒരു തമിഴ് സിനിമ ഓടണമെങ്കിൽ അതിൽ കണ്ണദാസൻ പാട്ട് എഴുതിയിരിക്കണം. അക്കാലത്ത് അങ്ങനെയായിരുന്നു. കണ്ണദാസൻ പാട്ട് എഴുതിയാൽ ആ പടം ഓടിയിരിക്കും. ഇവിടെ വയലാർ പ്രതാപിയായിരുന്നപ്പോഴും P. ഭാസ്കരൻ മാഷ് ഉണ്ടായിരുന്നു. തമിഴകത്ത് അങ്ങനെയല്ല, കണ്ണദാസൻ മാത്രം. ജയലളിതയുമായുള്ള ഒരു ഇഷ്യൂവിൽ കണ്ണദാസനെ കട്ട് ചെയ്ത ആളാണ് MGR. ഇനി
കണ്ണദാസനെ കൊണ്ട് പാട്ട് എഴുതിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് കണ്ണദാസൻ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിയ പടങ്ങളിൽ എഴുതിയത് പോനാൽ പോകട്ടും പോടാ இந்த ഊരിലെ നീ ആരടാ എന്നൊക്കെ ചോദിച്ചൊരു പാട്ടുണ്ടല്ലോ, പോനാൽ പോകട്ടും പോടാ. അതുപോലെ തന്നെ പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ചു ഗരുഡ സൗഖ്യമാ. ഇതൊക്കെ കണ്ണദാസൻ എഴുതിയത് ഈ ചുരുക്കുകൊണ്ടാണ്. എന്നെ കട്ട് ചെയ്താൽ നിനക്ക് ഞാൻ പണി തരും എന്നുള്ള രീതിയിലാണ് MGRനെതിരെ കുറിക്കൊള്ളുന്ന പാട്ടുകൾ തുടരെ പിന്നെ കണ്ണദാസൻ എഴുതാൻ തുടങ്ങി. 1971 റിക്ഷാക്കാരനും 72 അന്നമിട്ട കൈയും ഞാൻ ഏൻ പിറന്നേൻ ഊരുക്ക് ഉഴൈപ്പവൻ തുടങ്ങി 4 MGR സിനിമകൾ സംവിധാനം ചെയ്ത മറ്റൊരു മലയാളി സംവിധായകനായിരുന്നു M. കൃഷ്ണൻ നായർ സാർ. MGRും കൃഷ്ണൻ നായർ സാറും പരസ്പരം അളിയാന്നായിരുന്നു സംബോധന ചെയ്തിരുന്നത്. ഒരു വലിയ സീൻ ചിത്രീകരിക്കുന്നതിനിടയിൽ കൃഷ്ണൻ നായർ സാർ സംവിധായകൻ കട്ട് പറഞ്ഞു. എന്നിട്ട് MGRനെ തിരുത്തി, അളിയ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തിരുത്തി. എൻ്റെ സെറ്റിലാരും കട്ട് പറയാറില്ല എന്നായി MGR. അളിയൻ്റെ ജോലി അഭിനയം, എൻ്റെ ജോലി സംവിധാനം. അവരവരുടെ ജോലി ഭംഗിയായി ചെയ്താലേ സിനിമ നന്നാവൂ എന്ന് MGRൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ സംവിധായകനാണ് M. കൃഷ്ണൻ നായർ സാർ. ഫിലിമിൽ ചിത്രീകരിക്കുന്ന കാലത്ത് 2-3 ദിവസം ചിത്രീകരിച്ചാൽ ആ നെഗറ്റീവ് മദ്രാസിലെ ലാബിലെത്തിച്ച് ഡെവലപ്പ് ചെയ്ത് റഷ് പ്രിൻ്റ് അടിച്ചുകൊണ്ടുവരും. ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തെ ഒരു തിയേറ്ററിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ആളുകളെല്ലാം പോയ ശേഷം ഈ റഷ് സിനിമാക്കാർ ഇട്ട് കാണും. ചിത്രീകരിച്ചതൊക്കെ എങ്ങനെ വന്നു എന്ന് അത് കാണാൻ സംവിധായകനും അസോസിയേറ്റ് ഡയറക്ടറും നിർമ്മാതാവും ഉണ്ടെങ്കിൽ അയാളും ക്യാമറമാനും തിയേറ്ററിൽ പോയിരുന്നത് കാണും. ഇവർ മാത്രമാകും റഷ് പ്രിൻ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് സിനിമയ്ക്ക് ഒരു വിലയുണ്ടായിരുന്നു. സിനിമാ ടെക്നീഷ്യന്മാർക്ക് ബഹുമാനമുണ്ടായിരുന്നു. ഇന്നോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഏത് ടെക്നീഷ്യന് ബഹുമാനമുണ്ട്? അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രീകരിക്കുന്ന സെറ്റിൽ ആവശ്യമില്ലാത്തവർ ഉണ്ടാവില്ല. അനാവശ്യ ബഹളമോ വർത്തമാനമോ പോലും അടൂരിൻ്റെ സെറ്റിലുണ്ടാവില്ല. അടൂരിൻ്റെ സിനിമയുടെ ഡബ്ബിംഗ് ചിത്രാഞ്ജലിയിൽ നടക്കുമ്പോൾ കോറിഡോറിൻ്റെ അവിടെ ഡോർ ലോക്ക് ചെയ്യും. ആ ചിത്രവുമായി ബന്ധമില്ലാത്ത ഒരാളെയും ഒരു കൊതുകിനെ പോലും അകത്തേക്ക് കടത്തി വിടില്ല എന്നുള്ളതാണ് അടൂർ സാറിൻ്റെ പടങ്ങളുടെ ഡബ്ബിംഗ് നടക്കുമ്പോൾ ചിത്രാഞ്ജലി കാണാൻ കഴിയുന്നത്. ഒരു കാലത്ത് സ്റ്റുഡിയോ ഫ്ലോർ പോലെ ആയിരുന്നല്ലോ ഷൊർണൂർ ഒറ്റപ്പാലം പ്രദേശം. 10-12 പടമൊക്കെയാണ് ഒറ്റപ്പാലത്തും ഷൊർണൂരുമൊക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. ഒരു സിനിമയുടെ ചിത്രീകരണം ഒറ്റപ്പാലത്ത് റോഡിൽ നടക്കുകയാണ്. ഒരു പുതിയ സംവിധാന സഹായി ആദ്യമായിട്ട് വന്നൊരു കന്നി അയ്യപ്പൻ ആ സിനിമയിലുണ്ട്. റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്കിലേക്ക് പോയി. അപ്പോൾ കാണാം റോഡിൻ്റെ എതിർവശത്തു കൂടി ഒരാൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. സത്യം പറഞ്ഞാൽ സിനിമയിൽ മാത്രമാണ് നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡേ വേറെ ആരും പോവില്ല, കാക്ക പോലും പോവില്ല. ആളുകൾ നടന്നു പോയാൽ പ്രശ്നം എന്തിരുന്നേ. പക്ഷേ ഒരു സിനിമയിലും ആരെയും ഫ്രെയിമിൽ കൂടെ നടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരാളിങ്ങനെ എതിർവശത്തു കൂടി റോഡിൻ്റെ എതിർവശത്തു കൂടി നടന്നു പോയി. കന്നി അയ്യപ്പൻ സംവിധാന സഹായി അയാളെ തടഞ്ഞു നിർത്തി. അപ്പോൾ അയാൾ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു. എന്നിട്ട് അയാൾ കൈ തട്ടി മാറ്റി. അപ്പോൾ പറഞ്ഞു അല്ല ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോക്കില്ല. അപ്പോൾ ആ നാട്ടുകാരൻ പറഞ്ഞത്രേ, ആളെ തടയും മുമ്പ് ക്യാമറയിലിട്ടിരിക്കുന്ന ചില്ല എത്രയെന്ന് മോൻ ആദ്യം പഠിക്കണം കേട്ടോ. ചില്ലെന്ന് പറഞ്ഞാൽ ഏത് ലെൻസ് ഇട്ടിരിക്കുന്നു എന്ന് പഠിക്കണം എന്നാണ് പറയുന്നത്. ഓരോ ലെൻസും ഓരോ റേഞ്ചാണല്ലോ, റേഞ്ചിനനുസരിച്ചാണല്ലോ ഫ്രെയിം വരിക. ഞാൻ ഈ എതിർവശം വഴി പോയാൽ ക്യാമറ ഫ്രെയിമിൽ വരില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അത്രയ്ക്ക് ഷൊർണൂരിലെയും ഒറ്റപ്പാലത്തെയും ആളുകൾക്ക് എന്താ പറയുക സിനിമ അറിയാമായിരുന്നു. അല്പം അതിശയോക്തി കലർത്തി പറഞ്ഞതാണെങ്കിലും കാര്യം സത്യമാണ്. അക്കാലത്ത് ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് തിരിഞ്ഞു നോക്കുക പോലും ഇല്ലായിരുന്നു അവിടുത്തെ നാട്ടുകാർ. മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ പ്രതാപികളായപ്പോൾ കഥയിലും നായികയെ നിശ്ചയിക്കുന്നതിലും ഒക്കെ ഇടപെടാൻ തുടങ്ങി എന്നുള്ളത്
100% സത്യമാണ്. എന്നാൽ അവർ ഹരിഹരൻ്റെയോ ജോഷിയുടെയോ സെറ്റിൽ സജഷൻ പറയൂ. ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ സ്വയംവര പന്തലിൻ്റെ സെറ്റിൽ മാത്രമാണ് സകലമാന കാര്യത്തിലും അതിൻ്റെ തിരക്കഥാകൃത്ത് കയറി ഇടപെട്ടത്. സംവിധായകനോടുള്ള വിശ്വാസക്കുറവിനും അപ്പുറം സംവിധായകൻ്റെ നിലപാടുകളോടുള്ള അമർഷമായിരുന്നു തിരക്കഥാകൃത്തിനെ ചോടിപ്പിച്ചത്. താൻ എടുക്കുന്ന സിനിമ പരമാവധി നന്നാകണം, എടുക്കുന്ന സീൻ രസകരമാകണം മുതലായ ചിന്തകൾക്കും അപ്പുറം സംവിധായകൻ ഈ സിനിമയിൽ നിന്നും എന്തൊക്കെ അടിക്കാമെന്നും സിനിമയിലെ പല മാന്യമായ ഇടപെടലുകൾ നടത്താതെ മോശം നിലപാടുകളിലേക്ക് പോയതും തിരക്കഥാകൃത്തിനെ നന്നായി ചൊടിപ്പിച്ചു. ഒപ്പം നിർമ്മാതാവിൽ നിന്നും പരമാവധി ഒപ്പിക്കാനുള്ള ശ്രമങ്ങൾ സംവിധായകൻ നടത്തുന്നു എന്നുകൂടിയായപ്പോൾ തിരക്കഥാകൃത്ത് സംവിധായകനുമായി ഒരുപാട് അകന്നു. ഫലം സിനിമയെ നന്നായി ബാധിച്ചു. ഒരു സീൻ കഴിഞ്ഞാൽ അടുത്ത സീൻ എന്താണെന്ന് പോലും സംവിധായകന് തിട്ടമില്ലാതെ പോയി. അടുത്തെഴുതുന്ന സീനിൽ വരുന്ന കഥാപാത്രത്തിന് എന്ത് വേഷം വേണം എന്നുവരെ തിരക്കഥാകാരനാണ് കോസ്റ്റ്യൂമറായ ഇന്ദ്രൻസ് ജയനെ വിളിച്ച് പറയുന്ന സ്ഥിതിയായി. ആ വേഷമിട്ട് കഥാപാത്രമായി ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോഴാണ് സംവിധായകൻ അത് അറിയുന്നത് തന്നെ. അദ്ദേഹം അതൊന്നും കാര്യമാക്കിയതേയില്ല. എങ്ങനെയെങ്കിലും സിനിമ തീർക്കണം, പറഞ്ഞ പ്രതിഫലമാണെങ്കിലേ 3 തവണ മാറ്റി പറഞ്ഞ പ്രതിഫലത്തിൻ്റെ തോത്. നിർമ്മാതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് സാറ്റലൈറ്റ് റൈറ്റ് എഴുതി വാങ്ങണം. ഇതൊക്കെയായിരുന്നു സംവിധായകൻ്റെ ചിന്ത. ഇതിനൊക്കെ തടയിടലായിരുന്നു തിരക്കഥാകൃത്തിൻ്റെ പ്രധാന ജോലി. ഫലമോ സിനിമയെ നന്നായി ബാധിച്ചു. താനൊരു പമ്പര വിഡ്ഢിയാണ്, മേലിൽ എൻ്റെ മുറിയിൽ വരരുത്, തിരക്കഥയ്ക്കും ചർച്ചയ്ക്കും അസോസിയേറ്റ് ഡയറക്ടർ വന്നാൽ മതിയെന്ന് പറഞ്ഞിടം വരെ ഇവരുടെ അകൽച്ച വർദ്ധിച്ചു. ചിത്രീകരണം ഒരു പാട്ടൊഴിച്ച് പൂർത്തിയായപ്പോൾ എഡിറ്റിങ്ങിന് പോയി. മദ്രാസിലെ ആണ് എഡിറ്റിങ്, ജി മുരളിയുടെ എഡിറ്റിംഗ് സൂട്ടിലാണ് എഡിറ്റിങ്. പിന്നാലെ തിരക്കഥാകാരനും ചെന്നൈയിലെത്തി. സ്വന്തം ചെലവിൽ അദ്ദേഹം താമസിച്ചു. അത് അണ്ടർലൈനിട്ട് പറയണം. അദ്ദേഹം അല്ലാതെ നിർമ്മാതാവിൻ്റെയോ സംവിധായകൻ്റെയോ ഒന്നും ചെലവിൽ കഴിയില്ല. ആദ്യമെടുത്ത പാട്ടുകൾ എഡിറ്റ് ചെയ്തു. വിവരമറിഞ്ഞ തിരക്കഥാകൃത്ത് എഡിറ്റർ മുരളിയുടെ ഷൂട്ടിൽ വന്ന് പാട്ട് കാണണം എന്ന് പറഞ്ഞു. പാട്ട് കണ്ടു. അതിൽ നായകനായ ജയറാം നായികയായ സംയുക്ത വർമ്മയുടെ മുന്നിൽ മുണ്ട് മടക്കി കുത്തി നിന്ന് ഒരു വരി പാടുന്നുണ്ട്. ഇയാളാരോ റൗഡിയാണോ, മുണ്ട് താഴ്ത്തിയിട്ടൊന്ന് പാടണം എന്നായി തിരക്കഥാകൃത്ത്. എഡിറ്ററും ജയറാമും ഒക്കെ പറഞ്ഞിട്ടും തിരക്കഥാകാരൻ വഴങ്ങിയില്ല. മുണ്ട് മടക്കി കുത്തി നിന്ന് ഞാൻ തിരക്കഥ എഴുതുന്ന പടത്തിലെ പാട്ടിൽ പാടാൻ പറ്റില്ല എന്ന് തീർത്തും പറഞ്ഞു അദ്ദേഹം. അങ്ങനെ റീഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഡബ് ചെയ്യില്ല എന്ന് അദ്ദേഹം വാശി പിടിച്ചു. ആ ഡബ്ബിങ്ങാണ് അദ്ദേഹം തുറുപ്പ് ചീട്ടാൻ എടുത്തത്. മലമ്പുഴയിൽ ഷൂട്ട് ചെയ്യാനുള്ള പാട്ടെടുക്കാൻ പോയപ്പോൾ അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ വന്ന് ജയറാമിൻ്റെ വീടായി ചിത്രീകരിച്ച ആ വീടിൻ്റെ നായകൻ്റെ ബെഡ്റൂം റീക്രിയേറ്റ് ചെയ്ത് ആ മുണ്ട് മടത്തി കുത്തി നിന്ന് പാട്ടിൽ അഭിനയിച്ച ആ ഷോട്ട് റീടേക്ക് ചെയ്തു. നിർമ്മാതാവിന് ചുരുങ്ങിയത് ഒരു 6 ലക്ഷം രൂപ ഈ ഒരു ഷോട്ടിനായി പോയി കിട്ടി. തീർന്നില്ല. സിനിമയിലെ ടൈറ്റിൽ കാർഡ് ഷൂട്ട് ചെയ്ത് റെക്കോർഡിങ്ങിനായി തയ്യാറാക്കി. തിരക്കഥാകാരൻ വന്ന് ഡബ് ചെയ്യാതെ തന്നെ റെക്കോർഡിങ് നടത്താം, മിക്സിങ്ങിന് മുന്നേ തിരക്കഥാകാരൻ ഡബ് ചെയ്താൽ മതിയല്ലോ. സ്വന്തം ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ തുറുപ്പ് ചീട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ടൈറ്റിൽ കാർഡുകൾ ചെയ്തു എന്നറിഞ്ഞപ്പോൾ അത് കാണണം എന്നായി തിരക്കഥാകൃത്ത്. എഡിറ്റിംഗ് റൂമിൽ വന്ന് ടൈറ്റിലുകൾ കണ്ട തിരക്കഥാകൃത്ത് എന്നെ വിളിച്ചു. ദിനേശ്, കഥ, സംവിധാനം, സംവിധായകൻ അല്ലേ? ഞാൻ അതെ. തിരക്കഥാ സംഭാഷണം ഞാൻ. അതെ. ഈ പമ്പര വിഡ്ഢിയുടെ കഥയ്ക്ക് തിരക്കഥ എഴുതിയെന്ന് കാണിക്കുന്നത് എനിക്ക് മോശമാണ്. ഒന്നുകിൽ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്ന്
സംവിധായകൻ്റെ പേര് വെച്ചോളൂ. ഇല്ല എങ്കിൽ കഥ, തിരക്കഥ, സംഭാഷണം ഞാനാണ് എന്ന് വയ്ക്കണം. 2 പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഇത് ഒപ്റ്റിക്കൽ ചെയ്തു പോയി. അന്നത്തെ കാലത്ത് 60,000 രൂപയാണ് ഈ ടൈറ്റിൽ ചെയ്യാനായിട്ട് ചിലവാകുന്നത്. 2, ഈ ചിത്രത്തിൻ്റെ കഥ സംവിധായകൻ്റെ ഒരു അനന്തരവളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അതൊക്കെ ശരിയാണ്. അയാൾ വിശദമായി എനിക്ക് അനന്തരവളുടെ അനുഭവം പറഞ്ഞു തന്നതുമാണ്. അതുകൊണ്ടല്ലേ കഥയും തിരക്കഥയും എല്ലാം സംവിധായകൻ്റെ പേരിൽ വച്ചോളാൻ ഞാൻ പറയുന്നത്. എനിക്ക് ശമ്പളം മാത്രം മതി. എനിക്ക് അയാളുടെ കഥയ്ക്ക് തിരക്കഥ എഴുതാൻ താല്പര്യമില്ല. അയാൾ പറഞ്ഞ കഥ തന്നെയാണ്, അയാളുടെ ഇതിൽ വെച്ചോ, എന്നിട്ട് എനിക്ക് ശമ്പളം, തിരക്കഥാകൃത്തിൻ്റെ ശമ്പളം തന്നാൽ മതി എന്നായി അദ്ദേഹം. വിഷയം ഞാൻ സംവിധായകനോട് സംസാരിച്ചു. അതെങ്ങനെ പറ്റും? കഥ എൻ്റേതാണെന്ന് ദിനേശിന് അറിയില്ലേ എന്നായി അദ്ദേഹം. അറിയാം സാർ, പക്ഷേ സാറിൻ്റെ കഥയ്ക്ക് അദ്ദേഹം തിരക്കഥ എഴുതി എന്ന് വയ്ക്കാൻ കക്ഷി തയ്യാറല്ല. പകരം തിരക്കഥയും സംഭാഷണവും കൂടി സാറിൻ്റെ പേരിനൊപ്പം വയ്ക്കുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പുമില്ല. അതെങ്ങനെ വയ്ക്കും? ഇയാൾ തിരക്കഥ എഴുതുന്നതല്ലേ ഈ സിനിമയുടെ ഹൈലൈറ്റ്. അതുകൊണ്ടല്ലേ ഇത് വിൽക്കാനായതും. അയാൾ തിരക്കഥാകൃത്താണ് എന്ന് വെച്ചതുകൊണ്ടല്ലേ നന്നായി നല്ല എമൗണ്ടിന് വിൽക്കാൻ പറ്റിയത്. പക്ഷെ കഥ എൻ്റേതല്ലേ എന്നായി വീണ്ടും സംവിധായകൻ. സാറിന് കഥയുടെ റൈറ്റ് എന്തിനാ? ഈ പടം മറ്റ് ഭാഷകളിൽ റീമേക്കിന് വിറ്റുപോവുകയാണെങ്കിൽ കഥാകൃത്തിൻ്റെ പങ്കുകൂടി വേണം. സംവിധായകൻ്റെ മാത്രം പോരാ, കഥാകൃത്തിൻ്റെ പങ്കുകൂടി വേണം എന്ന്. അതുകൊണ്ടല്ലേ സാർ വാശി പിടിക്കണേ? അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ നിർമ്മാതാവിൽ നിന്നും എഴുതി വാങ്ങിത്തരാം എന്ന് ഞാൻ പറഞ്ഞു. സുകുമാര ഷാർജയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിത്തരാം സാറിന്. അങ്ങനെ വിറ്റുപോവുകയാണെങ്കിൽ സംവിധായകൻ്റെ ഷെയർ മാത്രമല്ല, കഥാകൃത്തിൻ്റെ ഷെയറും കൂടി കൊടുക്കാം എന്ന് എഴുതി വാങ്ങിത്തരാം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം, സംവിധായകൻ ആ വാചകത്തിൽ കയറി പിടിച്ചു. ദിനേശ് പറഞ്ഞാൽ അതൊക്കെ ചെയ്തു തരുന്ന തലത്തിൽ അല്ലെങ്കിൽ ലെവലിൽ നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമായോ? പിന്നില്ലേ, ഞാൻ പറഞ്ഞ കക്ഷി എന്ത് ചെയ്യും സാർ? എന്തും ഇപ്പോൾ എന്നോട് ചർച്ച ചെയ്യും. നിർമ്മാതാവ് എന്നോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് ഞാൻ വച്ച് കാച്ചി കൊടുത്തു. സത്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാം പറയുമോ? പറയും. എൻ്റെ ശമ്പളക്കാര്യം പറഞ്ഞോ? സംവിധായകൻ ചോദിക്കുക. പറഞ്ഞു. എന്തു പറഞ്ഞു? 5 ലക്ഷം രൂപയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര ബാബു ഈ പടത്തിന് തിരക്കഥ എഴുതാനിരുന്നപ്പോൾ സാറിൻ്റെ സംവിധാനത്തിൻ്റെ ശമ്പളം. നല്ലൊരു കഥയുണ്ടാക്കി. പത്മരാജൻ്റെ ജീവിതകഥയുമായി സാമ്യമുള്ളൊരു കഥ, നല്ല കഥയായിരുന്നു. കഥ ഡോക്ടർ രാജേന്ദ്ര ബാബുവും ഹരികുമാറും കൂടെ ഇരുന്ന് എല്ലാം ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ട് കഥ പറയാൻ ജയറാമിൻ്റെ അടുത്തിരുന്നു. കഥ പറഞ്ഞു. ഇൻ്റർവെൽ വരെ, ഇടവേള വരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇനി പറയണ്ട സാർ, നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നു, ഭയങ്കരമായിരിക്കുന്നു സാർ. ഇതാണ് ജയറാമിൻ്റെ സ്വഭാവം. സന്തോഷമായിട്ട് രാജേന്ദ്രബാബുവും ഹരികുമാറും തിരിച്ചു പോകുന്നു. രാജേന്ദ്രബാബു അടുത്ത ഫ്ലൈറ്റിൽ കയറി മദ്രാസിന് പോയി. അദ്ദേഹം മദ്രാസ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഹരികുമാർ വിളിച്ച് പറയാണ്, ജയറാം വിളിച്ചിരുന്നു, ഈ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തൊരു ദ്രോഹമെന്ന് ആലോചിച്ചു. സ്വന്തം ഗുരുനാഥൻ്റെ ജീവിതകഥ സിനിമയാക്കുന്നതിൽ അഭിനയിക്കാൻ വയ്യ എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെയാണ് ആ പടം, ആ കഥ മാറ്റി സ്വയംവര പന്തലിലേക്ക് പോകുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര ബാബു സാറ് എഴുതിയ തിരക്കഥ എഴുതാൻ ഫിക്സ് ചെയ്തപ്പോൾ സംവിധായകൻ്റെ ശമ്പളം. തിരക്കഥ എഴുതുന്നത് ശ്രീനിവാസനായപ്പോൾ എനിക്ക് ഷീന് തരുന്ന തിരക്കഥയാണ്, അതിനാൽ എൻ്റെ ശമ്പളം 10 ലക്ഷമാക്കണമെന്ന് നിർമ്മാതാവിനോട് സംവിധായകൻ പറഞ്ഞു. നിർമ്മാതാവ് അത് അംഗീകരിച്ചു കൊടുത്തു. കഥ എഴുതി വന്നപ്പോൾ നായകൻ ജയറാമായി. ജയറാം നായകനായപ്പോൾ ആ ഡേറ്റ് എനിക്ക് ജയറാം തന്നതാണെന്ന് പറഞ്ഞ് 10 ലക്ഷത്തിന് 13 ലക്ഷം ചോദിച്ചപ്പോഴും നിർമ്മാതാവ് സമ്മതിച്ചു കൊടുത്തു. 15 ലക്ഷം രൂപ ദിനേശിനടക്കം അഡ്വാൻസ് തരാനായി കൈപ്പറ്റുകയും എനിക്കടക്കം ഒറ്റ പൈസ അഡ്വാൻസ് തരാതിരിക്കുകയും ചെയ്തപ്പോൾ 15 ലക്ഷം രൂപ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള കണക്ക് താങ്കൾ പറയണമെന്ന് നിർമ്മാതാവ് സംവിധായകനോട് പറഞ്ഞു. ആ കണക്ക് പറയാതെ താങ്കളുടെ പ്രതിഫലം തരില്ല എന്നും നിർമ്മാതാവ് പറഞ്ഞു. അപ്പോൾ 15 ലക്ഷം രൂപ വാങ്ങിച്ച ആൾ പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു അക്കൗണ്ടൻ്റ് ഒന്നുമല്ല, ഞാൻ പുറഷ എക്സിക്യൂട്ടീവും അല്ല, പുറഷ മാനേജരുമല്ല,
നിങ്ങളുടെ 15 ലക്ഷം രൂപ ആർക്കൊക്കെ കൊടുത്തെന്ന് പറയാൻ എനിക്ക് മനസ്സില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ശരിയല്ലല്ലോ, എനിക്ക് ആ 15 ലക്ഷം രൂപയുടെ കള്ളക്കണക്ക് മതി. ദിനേശിന് കൊടുത്തു എന്ന് തന്നെ എഴുതിക്കൊള്ളൂ. ദിനേശിന് 10 പൈസ കൊടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. ദിനേശിന് കൊടുത്തു എന്ന് എഴുതിക്കൊള്ളൂ. പക്ഷേ എനിക്ക് കണക്ക് തരാതെ ഞാൻ നിങ്ങളുടെ പ്രതിഫലം തരില്ല എന്ന് അദ്ദേഹം വാശി പിടിച്ചു. സംവിധായകനൊന്ന് വിളറിയ പോലെയായി. തിരക്കഥാകാരനും നായകനും നിർമ്മാതാവിനോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഡേറ്റുകൾ ഈ സിനിമയ്ക്കാണ് ഞങ്ങൾ നൽകിയത്, അല്ലാതെ സംവിധായകനല്ല എന്ന് ജയറാമും പറഞ്ഞു, തിരക്കഥാകൃത്തിനും പറഞ്ഞു. തിരക്കഥാകാരൻ സാറിനോട് ഇത്ര ശത്രുത കാണിക്കുന്നതിൻ്റെ കാര്യവും എന്നോട് അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. എന്തു പറഞ്ഞു? സാറ് നിർമ്മാതാവിനെ ഒരു നല്ല പറ്റിപ്പ് പറ്റിക്കാൻ നോക്കിയത് അറിഞ്ഞതാണ് ശത്രുത കൂടിയത്. എന്ത് പറ്റിപ്പ്? സാറ്റലൈറ്റ് റൈറ്റിൻ്റെ ഒരു എഗ്രിമെൻ്റ് വയ്ക്കാനുള്ള സാറ് ശ്രമം നടത്തിയില്ല. ആ പറ്റിപ്പ് അറിഞ്ഞത് മുതലാണ് സാറിനോട് തിരക്കഥാകൃത്തിന് അകൽച്ചയായത്. എന്തിനല്ലേ തിരക്കഥാകൃത്ത് എന്ന് പറയുന്നത്? ഷീനിച്ചേട്ടൻ, ശ്രീനിവാസൻ. അതോടെ സംവിധായകൻ്റെ ഗ്യാസ് പോയി. സംവിധായകനെ ഞാൻ ഞെട്ടിച്ച ഒരു കഥ കൂടി പറയാം. മുൻപ് ഞാൻ ഇക്കാര്യം പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സ്വയംവര പന്തലിലെ നായകൻ പതിവായി സഹകരിച്ചിരുന്നത് രാജസേനൻ്റെ ഒപ്പമാണല്ലോ. രാജസേനാണ് തൻ്റെ സഹസംവിധായകന് ഏറ്റവും കുറച്ച് പ്രതിഫലം വാങ്ങിക്കൊടുക്കുന്ന ആളാക്കാലത്ത്. ജയറാം അഭിനയിക്കുന്ന പടങ്ങളിൽ ഏറ്റവും ചെറിയ പ്രതിഫലം വാങ്ങിക്കൊടുക്കുന്നത് രാജസേനായിരുന്നു. ഒരു പടത്തിന് 75,000 രൂപ. നമ്മുടെ സംവിധായകൻ എനിക്കിട്ടത് 60,000 രൂപയായിരുന്നു. രാജസേനൻ കൊടുക്കുന്ന പ്രതിഫലമെങ്കിലും എനിക്ക് വാങ്ങിത്തരണമെന്ന എൻ്റെ അപ്പീൽ പരിഗണിക്കപ്പെട്ടതേയില്ല. ഞാനൊട്ട് തർക്കത്തിന് പോയതുമില്ല. ഷൂട്ടിങ്ങിനിടയിൽ പാക്കപ്പായി കഴിയുമ്പോഴേ വൈകുന്നേരം സന്ധ്യയ്ക്ക് ഒരു വെള്ളവടി നടക്കുന്ന ഒരു സെറ്റപ്പുണ്ട്. അപ്പോൾ ആ വെള്ളവടി സെറ്റപ്പിൽ നല്ല ഫിറ്റായ സ്വയംവരപന്തലിൻ്റെ ക്യാമറാമാൻ സണ്ണി ജോസഫ് തൻ്റെ ഒരു പരാതിക്കെട്ട് അഴിച്ചിട്ടു. എനിക്കും എൻ്റെ അസിസ്റ്റൻ്റുമാർക്കും കൂടി 3 ലക്ഷം രൂപയാണ് സംവിധായകൻ ശമ്പളമായിട്ടിട്ടിരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല, ഒരു 5 ലക്ഷം തരാൻ പറഞ്ഞു. പക്ഷേ അയാൾ തന്നില്ല. അയാൾക്ക് അയാളുടെ മാത്രം പ്രതിഫലം മതി, ബാക്കിയുള്ളവർക്കൊന്നും വാങ്ങിക്കൊടുക്കുന്നത് അദ്ദേഹത്തിന് അതൊരു താല്പര്യമില്ല. അതാണ് പ്രശ്നം. മറ്റുള്ളവരെങ്ങനെയോ പോട്ടെ, എൻ്റെ കാര്യം നടന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പുള്ളി. സണ്ണി ജോസഫ് വളരെ സങ്കടകരമായി ഇക്കാര്യം പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ഇടപെട്ടു. സണ്ണി ജോസഫിന് ഞാൻ 5 ലക്ഷം തരാം എന്ന് വാക്ക് കൊടുത്തു. സണ്ണി ഭയങ്കര ഹാപ്പിയായി. അടുത്തിരുന്ന എന്നോട് തിരക്കഥാകാരൻ ഷീനിച്ചേട്ടൻ്റെ ചോദ്യം, നിങ്ങൾക്കെന്താ ഈ പടത്തിലെ ശമ്പളം? ഞാൻ വിശദമായി കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് നാണമില്ലേ 60,000 രൂപയ്ക്ക് പണിയെടുക്കാൻ? ഞാൻ എൻ്റെ ചെറിയ പടം ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർക്ക് 3 ലക്ഷം രൂപയാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാതിരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വരില്ലായിരുന്നു ഷീനിച്ചേട്ടാ. താങ്കളുടെ ഒരു തിരക്കഥയിൽ ഒരു സിനിമയിലെങ്കിലും വർക്ക് ചെയ്യണം എന്നാഗ്രഹിച്ചു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അവിടെയും നിർമ്മാതാവ് ഇടപെട്ടു. ദിനേശിന് എത്ര രൂപ കിട്ടിയാൽ സന്തോഷമാവും? എനിക്ക് 75,000 രൂപ മതി, ഫിക്സ്, ഞാനത് തരാം എന്നായി സുകുമാര ഷാർജ. പടം തീരുന്നതിനിടയിൽ നിർമ്മാതാവും സംവിധായകനുമായി നന്നായിട്ട് തെറ്റി, കിലോമീറ്റർ വേഗതയിൽ തെറ്റി. തിരക്കഥാകൃത്തും സംവിധായകനുമായും തെറ്റി. എല്ലാത്തിലും ഞാനൊരു ഇടനിലക്കാരനായി പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടേയിരുന്നു. സെൻസറിങ്ങിന് 2 നാൾ മുമ്പ് ഞാനിതിലെല്ലാം ഇടപെടുന്നതിൻ്റെ സ്നേഹം സഹിക്ക വയ്യാഞ്ഞിട്ട് സംവിധായകൻ പറഞ്ഞു, ഞാൻ നിർമ്മാതാവിനോട് പറഞ്ഞ് ദിനേശിന് ഒരു 5,000 രൂപ കൂടി തരാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് പറയണ്ട, എനിക്ക് അദ്ദേഹം 15,000 രൂപ കൂട്ടിത്തരാം എന്നേറ്റിട്ടുണ്ട്. 60,000 എന്നുള്ള 75,000 ആക്കിയല്ലോ. അപ്പോഴാണ് പുള്ളി പറയുന്നത് 60,000 കൂടെ ഞാൻ ഒരു 5,000 കൂടെ തരാമെന്ന് കൊടുക്കാൻ പറയാം. അപ്പോൾ 65 ആവുമല്ലോ. അപ്പോൾ എൻ്റെ മറുപടി, സാറത് പറയണ്ട, എനിക്ക് 15,000 രൂപ കൂട്ടിത്തരാമെന്ന് സുകുമാര ഷാർജ പറഞ്ഞിട്ടുണ്ട് എന്നായി എൻ്റെ മറുപടി. ഇത് കേട്ടപ്പോൾ സത്യമായിട്ടും സംവിധായകൻ്റെ കണ്ണ് തള്ളിപ്പോയി. പേരും നാളുമൊന്നും പറയാതെ ഇതുവരെ പറഞ്ഞ കഥയിൽ എന്താണ് ഞാനിതൊക്കെ പറയാനുള്ള കാരണം എന്ന് കണ്ടുപിടിച്ചോ. സിനിമ സംവിധായകൻ്റെ കലയാണ്.
ആ കാഴ്ചപ്പാട് മാറുകയാണ്. ഇപ്പോൾ പ്രശസ്തനായ സംവിധായകൻ KG ജോർജ്, ഞാൻ ബഹുമാനത്തോടെ ആരാധനയോടെ കാണുന്ന ജോർജ് സാറിൻ്റെ സെറ്റിൽ സാറിൻ്റെ അസോസിയേറ്റായിരുന്ന ചെറിയ ലോകം വലിയ മനുഷ്യർ ചെയ്ത ചന്ദ്രശേഖർ എന്തോ ഒരു സജഷൻ പറഞ്ഞു, ഇങ്ങനെ ആയോ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രശേഖരൊക്കെ പറയുമ്പോൾ വില കൊടുക്കുന്ന ആളാണ് ജോർജ് സാർ. അപ്പോൾ ജോർജ് സാർ പറഞ്ഞത്, ചന്ദ്ര അത് കൊള്ളാം, നമുക്ക് വേണ്ട, കട്ട് ചെയ്തു. ഇങ്ങനെ അദ്ദേഹം പറയുള്ളൂ. അതുപോലെ ഏതോ ഒരു സെറ്റിൽ മറ്റൊരാളോ അതുപോലുള്ള ഏതോ ഒരു സെറ്റിൽ മമ്മൂട്ടി ചന്ദ്രശേഖറുമായിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു, ഭയങ്കര പോട്ടി. എല്ലാം കേട്ടോണ്ടിരുന്നിട്ട് ജോർജ് സാറ് പറഞ്ഞു, മമ്മൂട്ടി പറഞ്ഞത് നല്ലതാ, പക്ഷേ ചന്ദ്രൻ പറഞ്ഞതാ ശരി. അങ്ങനെയുള്ള സംവിധായകരും ഈ സിനിമ സെറ്റിലുണ്ടായിരുന്നു. കാരണം കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഫിഫ്ക തലവൻ ഉണ്ണികൃഷ്ണൻ ഗുരുതരമായ ഒരാരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. താരങ്ങൾ സിനിമ എഡിറ്റ് ചെയ്യണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉണ്ണി, എനിക്ക് ഉണ്ണികൃഷ്ണനോട് പറയാനുള്ളത്, ഉണ്ണി, നിങ്ങളുടെ പടമോ സിബി മലയിലിൻ്റെ പടമോ ജോഷിയുടെ പടമോ TV ചന്ദ്രൻ്റെ പടമോ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടമോ ഈ MDMA വലിച്ച് നാക്കിൻ്റെ അടിയിലൊക്കെ ഒട്ടിച്ച് പോഞ്ചാനും വലിച്ച് നടക്കുന്ന ഒരു കൂതറയും വന്നിരുന്ന് എഡിറ്റ് ചെയ്യണം എന്ന് പറയില്ല. പറയോ? ഉണ്ണികൃഷ്ണനോട് പറയോ? നിങ്ങൾ പടം അവിടെ വെച്ച് ഞാൻ വന്ന് എഡിറ്റ് ചെയ്യാമെന്ന് പറയോ ഏതെങ്കിലും നടൻ? വിവരം അറിയും. സിബി മലയിലിനോടും പറയില്ല, അടൂർ ഗോപാലകൃഷ്ണനോടും പറയില്ല. ജോഷ് സാറൊന്ന് നോക്കിയാൽ മതി, ഇപ്പോൾ ഈ തലകുത്ത് നിൽക്കുന്നവന്മാർ മൂത്രം ഒഴിക്കും. അപ്പോൾ സംവിധായകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പണിയറിയണം, വിൽ പവർ ഉണ്ടാവണം. ഇല്ലാത്തവൻ സംവിധാനം ചിരയ്ക്കാൻ പോകരുത് എന്നാണ് എനിക്ക് ബി ഉണ്ണികൃഷ്ണനോട് പറയാനുള്ളത്. അല്ലാതെ നടന്മാർ എഡിറ്റിങ്ങിന് ചെല്ലണ്ട എന്നൊന്നും അല്ല പറയേണ്ടത്. നടന്മാർ വന്നാൽ ഇറങ്ങി പോടോയെന്ന് പറയാനുള്ള ആംബിയർ ഇല്ലാത്തവന്മാർ സംവിധായകനാവരുതെന്നേ. ഇവൻ്റെയൊക്കെ അടിമകളെ പോലെ നടക്കുന്ന ബർമുഡ കഞ്ചാവ് കേസുകൾ സിനിമ എങ്ങനെ ചിത്രീകരിക്കണം, എപ്പോൾ ചിത്രീകരിക്കണമെന്ന് ഈ പോഞ്ചാന്മാർ അല്ലെങ്കിൽ പോഞ്ചാൻ സെറ്റപ്പുകൾ തീരുമാനമെടുക്കുന്നിടത്തോളം കാലം യുവന്മാർ എഡിറ്റിംഗ് അല്ല, വേണ്ടി വന്നാൽ റീറെക്കോർഡിങ് വരെ ചെയ്ത് കളയും. കാരണം അകത്ത് അതല്ലേ കിടക്കണേ. വലിച്ചു കയറ്റി നാക്കിൻ്റെ അടി ഒട്ടിച്ചും കുടിച്ചും ഒക്കെ സ്വബോധമില്ലാതെ നടക്കുന്ന വൃത്തികെട്ടവന്മാർക്ക് ഞാൻ റീറെക്കോർഡ് ചെയ്യാമെന്ന് പറയും. പാപി കാപോ എന്ന് പറഞ്ഞ് സംഗീതം പറഞ്ഞു കൊടുത്താൽ പോരെ, ഇങ്ങനെ വായിര് എന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ. അങ്ങനെ റീറെക്കോർഡ് ചെയ്യാൻ വേണമെങ്കിൽ പടം എന്ന് റിലീസ് ചെയ്യണമെന്ന് പോലും ഈ കഞ്ചാവ് സെറ്റപ്പുകാരാണ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. ഷാഡോ പോലീസ് സിനിമാ സെറ്റുകളിൽ കറങ്ങണ്ട എന്ന് തീരുമാനമെടുത്തത് ഈ പറയുന്ന ബി ഉണ്ണികൃഷ്ണനല്ലേ? അനുഭവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബോധമില്ലാതെ തുണിയും മണിയും പറിച്ചു കളഞ്ഞും പൊക്കിക്കാണിച്ചും വരുന്ന പെമ്പിള്ളേരെ കണ്ടാൽ അറിയില്ലേ സ്വബോധം പോയിട്ട് ബോധം പോലുമില്ലാത്ത ടൈപ്പുകളാണെന്ന്. 5 സെറ്റുകളിൽ കയറിയാൽ, ഷാഡോ പോലീസ് 5 സെറ്റുകളിൽ കയറിയാൽ ഈ ലഹരി സെറ്റപ്പുകാരെ പൊക്കാം. പിന്നെ വലിച്ചോണ്ട് എഡിറ്റിങ്ങിനും വരില്ല, റീറെക്കോർഡിങ്ങിനും വരില്ല. സ്വബോധത്തിലിരിക്കുമ്പോൾ സ്വന്തം തന്തയോട് ചോദിക്കാൻ പറയണം, നിങ്ങളുടെ സിനിമകളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിച്ചിരുന്ന കാലത്ത് നിങ്ങളുടെ എഡിറ്റിങ്ങിന് അവരൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറയണം. വരില്ല. അവർക്ക് ലഹരി സിനിമയായിരുന്നു. മദ്യപിച്ചാലും ഒരിക്കലും ഇവരാരും ബോറന്മാരായിട്ടില്ല. ലക്ഷദ്വീപിൽ ഷൂട്ടിങ്ങിന് ചെന്നിട്ട് പട്ടച്ചാരായം കിട്ടുമോ എന്ന് തിരക്കി നടക്കുന്ന ഐറ്റംസുകളാണ് ഇപ്പോൾ മലയാള സിനിമ ഭരിക്കുന്നത്. അവരെ പിടിക്കുന്നത് ബൗദ്ധികമായി ഫിഫ്കയുടെ നേതാവിന് പിടിക്കില്ല. ഒരു പടം കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമായി കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോൾ എടുക്കുന്നതിൽ ആ വിഷയം ഭയങ്കരമായിട്ട് കേരള മലയാളി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു സിനിമ എടുത്തപ്പോൾ ആ സിനിമ കയറി ഓടി മാളികപ്പുറം. അടുത്ത സിനിമയ്ക്ക് 40 ലക്ഷം രൂപയാണ് അതിൻ്റെ തിരക്കഥാകൃത്ത് ശമ്പളമായിട്ട് വാങ്ങുന്നത്. നടിമാരൊക്കെ തിരക്കഥ എഴുത്തുകാരൻ സ്വന്തം കാറിലെ ലൊക്കേഷനിൽ കൊണ്ടുവരുള്ളൂ അത്രേ. ഇപ്പോൾ വിവാദ വിഷയമായ സിനിമാ സെറ്റിലെ കഥയാണ് ഞാൻ പറയുന്നത്. ഒരു തട്ടിക്കൂട്ട് പടം, വലിയ അത്ഭുതമൊന്നും പറയാനില്ല. അഥവാ ആകെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അതിലഭിനയിച്ച ഒരു പെൺകുട്ടി, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ണി മുകുന്ദനും മനോഹരമായി ചെയ്തതുകൊണ്ടാണ് ആ പടം ഓടിയത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ ഇറക്കണോ,
കയറ്റി ഇറക്കണോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ മാളികപ്പുറം എന്നുള്ള ടൈറ്റിലിൽ വന്നുകൊണ്ട് മാത്രമാണ് ആ സിനിമ ഓടിയത്. അപ്പോൾ അതെഴുതിയവനൊക്കെ അടുത്ത സിനിമയ്ക്ക് ചോദിക്കുന്നത് 40 ലക്ഷം താടോ എന്നാണ് പറഞ്ഞത്. അഥവാ 40 ലക്ഷം കൊടുക്കാമെന്ന് വെച്ചോ. സെറ്റിൽ അഭിനയിക്കാൻ വരുന്ന പ്രധാന നായികമാരൊഴിച്ച് ബാക്കി കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്യുന്ന നായികമാർ വരികയാണെങ്കിൽ അവരെയൊക്കെ തിരക്കഥാകൃത്തിൻ്റെ കാറിലെ ലൊക്കേഷനിലെത്തിക്കും. ഡബ്ബിങ് നടക്കുന്ന സ്റ്റുഡിയോയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പോകുമ്പോൾ 3-4 ഇരിക്കുന്നു നിരന്ന്. നിങ്ങളാരാ? ഡബ്ബിങ്ങിന് വന്നതാണ്. ഡബ്ബിങ്ങിന് ആര് വിളിച്ചു? തിരക്കഥാകൃത്ത് വിളിച്ചു ഡബ്ബിങ്ങിന്. നിങ്ങളുടെ വീട് എവിടെയാണ്? ഞാൻ പാലക്കാട്ട് നിന്ന്. നീയോ? ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന്. നീയോ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന്. എറണാകുളത്ത് ഡബ്ബിങ് നടക്കുന്ന പടത്തിന് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പെണ്ണുങ്ങളെ വിളിച്ചു വരുത്തുന്നതും ഈ തിരക്കഥാകൃത്തിൻ്റെ ജോലിയാണ് എന്ന് പറയുന്നു. ഇവർക്ക് ടിഎയും ഡിയും ഒക്കെ ഈ തിരക്കഥാകൃത്ത് കൊടുക്കുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ട്രെയിൻ ടിക്കറ്റൊക്കെ എത്ര രൂപ കൊടുക്കേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊക്കെ നിർമ്മാതാവ് എന്ന് പറയുന്ന ആളിന് ഈ വേണു കുന്നപ്പള്ളി പറഞ്ഞതുപോലെ ഇതിൻ്റെ ABCD അറിഞ്ഞിടത്തോണ്ടാണ് യവന്മാരൊക്കെ കയറി നിരങ്ങുന്നത്. എന്നിട്ട് സ്വന്തം കാറിൽ, ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വിളിച്ചുകൊണ്ട് വരും അത്രേ. ഇന്നസെൻ്റ് അതൊരു പടത്തിൽ പറഞ്ഞല്ലോ തിലകനോട് കിലുക്കത്തിൽ, ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും എന്ന് പറഞ്ഞതുപോലെ ഈ ഡബ്ബിങ്ങിനും അഭിനയിക്കാനൊക്കെ വരുന്ന പെണ്ണും പിള്ളകളെ സെറ്റിലും സ്റ്റുഡിയോയിലും ഒക്കെ കൊണ്ടുവരുന്നത് ഈ തിരക്കഥാകൃത്തിൻ്റെ ജോലി എന്നാണ് പറയുന്നത്. എന്നിട്ട് നിർമ്മാതാവിൻ്റെ ചെലവിൽ അവരെ താമസിപ്പിക്കും. എന്തിനാണ് താമസിപ്പിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. സുമതി വളവ് പൊളിക്കാൻ പ്രധാന കാരണം എന്താണ്, അല്ലെങ്കിൽ പൊളിയാൻ എന്താണ് പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ, ഒരു വലിയ റോള് തനിക്കായി എഴുതി തിരക്കഥാകൃത്ത് കയറി അഭിനയിച്ചു. പൂന്തി വിളയാടെയാണ്. സംവിധായകന് പോലും അവിടെ റോളും ഇല്ലെന്നേ. ഇയാളാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടികളെയും കാറി കയറ്റി, ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെയും കാറി കയറ്റി കൊണ്ടു നടക്കുന്നവൻ ഒരു പ്രധാന റോള് എഴുതിയുണ്ടാക്കി അതിൽ കയറി അഭിനയിച്ച് മേഞ്ഞു. സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ പെണ്ണുങ്ങൾ കാണാൻ തുടലും ചങ്ങലയൊക്കെ ഇട്ട് അഴകിയ രാവണൻ കണക്കെ സെറ്റിൽ പൂന്തി വിളയാടി എന്നാണ് പറയുന്നത്. സംവിധായകൻ വിഷ്ണു ശശിശങ്കറിനെ പൊളിഞ്ഞ നിർമ്മാതാവ് പോലും അധികം പഴി പറയുന്നില്ല. രണ്ടാം പടത്തിന് 40 ലക്ഷമാണ് തിരക്കഥ എഴുതാൻ പ്രതിഫലം. സംവിധായകന് പോലും അതിനും വളരെ താഴെയാണ് ശമ്പളം. 84 ദിവസം ഈ സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ 84 ദിവസം ചിത്രീകരിച്ചു. ഒരു ദിവസം ഒരു സീൻ വെച്ചെടുത്താൽ പോലും ഒരു സിനിമയിൽ എത്ര സീൻ കാണും? അങ്ങേറ്റം മേലെ ഒരു 60 സീൻ കാണും. ഇത് 84 ദിവസം പൊലകുളിക്ക് ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. തിരക്കഥാകാരൻ അഭിനയിച്ച് സുമതി വളവ് നൂന്ന് പടത്തെ ഒരു പരുവമാക്കി മാറ്റി. എന്നെ ഒരാൾ വിളിച്ചറിയിച്ചത് ടൂറിന് വരുന്ന ലാഘവത്തോടെയാണത്രേ തിരക്കഥാകാരൻ്റെ ഷൂട്ടിങ്ങിനുള്ള വരവ്. ഭാര്യ, മക്കൾ എന്നിവരുമായി പാലക്കാട്ടെ സെറ്റിൽ വന്ന് 1.5 മാസം നിർമ്മാതാവിൻ്റെ ചെലവിൽ ഈ കുടുംബം മുഴുവൻ അവിടെ താമസിച്ചത്രേ. തിരക്കഥാകാരൻ മാത്രമല്ല, ഭാര്യയും മക്കളും ഒക്കെ അഭിനയം പഠിച്ചതും സുമതി വളവിൽ അഭിനയിച്ചാണ്. മാളികപ്പുറത്തിനും ഫുൾ കുടുംബത്തെ ലൊക്കേഷനിൽ നിർമ്മാതാവിൻ്റെ ചെലവിൽ താമസിപ്പിച്ചു എന്നാണ് എന്നെ വിളിച്ചു പറഞ്ഞ ആൾ പറയുന്നത്. ശരിയാണോ എന്നെനിക്കറിയില്ല. ആൻഡോ ജോസഫോ, ഞാൻ നേരത്തെ പറഞ്ഞ വേണു കുന്നപ്പള്ളിയോ ഇതൊക്കെ അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ ചുമ്മാ പറയുകയല്ല, വളരെ സീരിയസ് ആയാണ് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞത്. സാറേ, ഈ മുരളി കുന്നംപുറത്തെന്ന് പറഞ്ഞാൽ നിർമ്മാതാവ് കരയുന്നുവെങ്കിൽ അതിനൊരൊറ്റ ആളേ ഉള്ളൂ. ആ കരച്ചിലിൻ്റെ കാരണക്കാരൻ അത് അതിൻ്റെ തിരക്കഥാകൃത്താണ്. അയാളെ മലയാള സിനിമ ശ്രദ്ധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെ പോലുള്ളവർ വാണിംഗ് കൊടുത്തില്ല എങ്കിൽ മലയാള സിനിമയെ മുച്ചൂടും നശിപ്പിക്കും ആ തിരക്കഥാകാരൻ എന്നാണ്. എനിക്ക് ആളെ പരിചയമൊന്നുമില്ല. പക്ഷേ വിളിച്ചു പറയുന്ന ഓരോരുത്തരും പറയുന്ന കഥകൾ ഇതൊക്കെയാണ്. നിങ്ങൾ ആലോചിക്കുന്നത്, തിരക്കഥ എഴുതാൻ പോണ സെറ്റിൽ 1.5 മാസമൊക്കെ ഭാര്യയും മക്കളെയും കൊണ്ടൊന്ന് താമസിപ്പിക്കുക നിർമ്മാതാവിൻ്റെ ചിലവിലെന്നൊക്കെ പറഞ്ഞാലേ. എന്നിട്ട് ഭാര്യയും മക്കളും എല്ലാം അഭിനയിക്കുകയാണ്, തിരക്കഥാകാരനും ഒക്കെ കയറി അഭിനയിക്കുകയാണ് പടത്തിൽ. എന്നാൽ കാണാനെങ്കിൽ കുറേ ആൾക്കാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടേ? എന്ത് ചെയ്യും ഈ ദ്രോഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞതിൽ ഒരു കാര്യവും കള്ളമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് കിട്ടിയ കൃത്യമായ തെളിവുകൾ വെച്ചാണ് സംസാരിച്ചത്. ഇനിയെങ്കിലും ഫെഫ്ക തിരക്കഥാ യൂണിയൻ ഈ പറഞ്ഞ തിരക്കഥാകൃത്തിനെ അടക്കം ഒന്ന് കടിഞ്ഞാണിട്ടില്ല എങ്കിൽ, അല്ലാതെ സിനിമാക്കാരൻ അഭിനയിക്കുന്നവൻ, പോഞ്ചാനടിക്കുന്നവൻ, MDMA ഒട്ടിക്കുന്നവൻ, വെള്ളം അടിച്ച് കിറങ്ങുന്നവൻ, പട്ടച്ചാല അന്വേഷിച്ച് നടക്കുന്നവനൊക്കെ എഡിറ്റിങ്ങിന് വരുന്നുവെങ്കിൽ ബി ഉണ്ണികൃഷ്ണ, അത് നിങ്ങളുടെ സിനിമയുടെ അപജയം മാത്രമല്ല, നിങ്ങളുടെ സംഘടനയുടെയും അപജയമാണെന്ന് ഞാൻ പറയും. നിങ്ങൾ കർക്കശമായ നിലപാടെടുക്കട്ടെ. നീ പോയി ടെക്നീഷ്യൻ്റെ കാർഡ് എടുത്തിട്ട് വാടാ പുല്ലേ എന്ന് ഈ വരുന്ന
എഡിറ്റ് ചെയ്യാൻ വരണ നായകനോട് പറയണ്ടേ? അപ്പം MDMA ഒക്കെ ഒട്ടിച്ച് പാതിരാത്രിക്ക് എഡിറ്റിങ്ങിന് വരുമ്പം തൻ്റെ കൂടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമ്മതമല്ല എന്ന് എഡിറ്റർ പറയണ്ടേ? പറയണ വേണ്ടേ? ഞാൻ വർക്ക് ചെയ്യുന്ന പടത്തിൽ നിങ്ങൾ അനാവശ്യമായി എഡിറ്റിങ്ങിന് തേങ്ങിക്കുന്നു വരല്ലെന്ന് പുറഷ എക്സിക്യൂട്ടീവ് പറയണ്ടേ? കൺട്രോളർ പറയണ്ടേ? ഒരുത്തരും പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് യവന്മാരൊക്കെ ഈ പോഞ്ചാൻ അടിച്ച് നടക്കുന്ന, വെള്ളം അടിച്ച് പട്ടച്ചാരായം അടിച്ച് നടക്കുന്ന, കഞ്ചാവ് അടിച്ച് നടക്കുന്നവന്മാരൊക്കെ വന്ന് എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അതിനാദ്യം കടിഞ്ഞാണിടൂ ഉണ്ണികൃഷ്ണ, നിങ്ങൾ ഷാഡോ പോലീസ് സെറ്റിൽ വരരുത്, മലയാള സിനിമയുടെ മറ്റേ തേങ്ങ നഷ്ടപ്പെട്ടു പോകുന്നുള്ള വാചകമൊന്നും അടിക്കാതെ 5 സെറ്റിലെ കാരവാൻ തപ്പിയാൽ മലയാള സിനിമ ശുദ്ധീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആമുഖമായി ഞാൻ പറഞ്ഞ വേണു കുന്നപ്പള്ളിയെ പോലുള്ള ഒരു 10 നിർമ്മാതാക്കൾ, തന്തയ്ക്ക് പറഞ്ഞ 10 നിർമ്മാതാക്കൾ മലയാള സിനിമയിലുണ്ടായാൽ ഇതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ എവിടെന്നെങ്കിലും കുറേ പൈസയും മറിച്ചുകൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒരു സിനിമയാക്കിയാൽ മതി, അതിനിടയിൽ കിട്ടുന്ന ചില്ലറ നക്കും നുണയൊക്കെ മതി എന്ന് വിചാരിച്ചാൽ സുമതി വളവ് പോലെ ഇരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.